ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്താണ് എക്സാക്ട് സിറ്റുവേഷൻ. ഒരുപാട് ഫാമിലീസ് എൻ്റെ ഇക്ക അവിടെയാണ്, എൻ്റെ ഇക്ക ഇവിടെയാണ്, എൻ്റെ അനിയൻ അവിടെ ഉണ്ട്, എന്താണ് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ്, ഭയങ്കര പാനിക്കായിട്ട്. അപ്പോൾ ഇന്നലെ ദുബായ് എയർപോർട്ടിൽ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു 1:30 ഒക്കെ ആയപ്പോൾ, രാത്രി 1:30 ഒക്കെ ആയപ്പോൾ ഉണ്ടായിട്ടുണ്ട് സംഭവം. അത് എന്താ പറയുക, ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് ശേഷം ചെറുതായിട്ട് എന്തോ വന്ന് വീണതാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മറ്റേ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത്. അപ്പം ഓനക്ക് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാം. ഒരു 3-4 ആൾക്കാർക്ക് എന്തോ ചെറിയ പരിക്ക് ഉണ്ട്. അപ്പോൾ വേറെ ഇതൊന്നുമില്ല. ഇപ്പം അവിടെ ഫുള്ള് മിലിറ്ററി കാര്യങ്ങളെല്ലാവരും വന്നിട്ട് ഫുള്ള് സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടുവരാൻ പോവുകയാണ്. ഓനവിടെ ജസ്റ്റ് ടെൻഷനിലായിട്ട്, ഓഫ് കോഴ്സ് ടെൻഷൻ ഉണ്ടാവും. അപ്പം ഓന് കുറച്ച് അപ്പുറത്താണുള്ളത്. അപ്പോൾ ഓനെ എൻ്റെ റൂമിൽ കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഷാർജ നാദയിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ നിന്നൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇത് ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് വലിയ ഇതായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നാട്ടിലുള്ള ആളുകൾ മൊത്തം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലുമൊക്കെ GCC കൺട്രീസിലൊക്കെ ഉണ്ടെങ്കിൽ ഓരോടൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. ഈ സമയത്തെങ്കിലും നിങ്ങളൊന്ന് അന്വേഷിക്കുക ഓലെ പറ്റിയിട്ട്, എന്താണ് സേഫ് ആണോ എന്ന് ചോദിക്കുക. പിന്നെ എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കറക്റ്റ് ഓരോടൊന്ന് മെസ്സേജൊക്കെ അയച്ച് ഒന്ന് കോണ്ടാക്റ്റിൽ നിൽക്കുക എല്ലാവരും. പിന്നെ കാരണം എല്ലാവരും ഇവിടെ ഉള്ളവരും എല്ലാവരും ടെൻഷനിൽ തന്നെയാണ്. എന്താണ്, എങ്ങനെയാണ്, എല്ലാവരും തവക്കൽത്തു അല്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം എന്താണ് സംഭവിക്കാന്ന് അറിയില്ല. അപ്പം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ പാനിക്കായി ഓവറായിട്ട് ഇതായിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും എൻ്റെ കൂട്ടുകാരനെ പോയിട്ട് കൊണ്ടുവരട്ടെ. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ, അവിടെ ഒരു ഷാർജ നാദയിലുള്ള ഇതാണ് തോന്നുന്നത്. എക്സാക്ട് ലൊക്കേഷൻ അറിയില്ല. അവിടെ ഒരു പുക പൊന്തുന്ന സംഭവം കണ്ടോ, അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചെന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ കണ്ടോ, റോഡിലൂടെ വണ്ടികളൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്, എല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അതേപോലെ എന്താ പറയുക, ലൈഫ് ഇവിടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ സ്ഫോടനം മാത്രം ന്യൂസിൽ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന UAE മൊത്തം ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ പോക ഇവിടെ പോക. പിന്നെ ഓരുടെ ഒരു സംസാരം തന്നെ അത്രയും എന്താ പറയുക, ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വിളിച്ചിരുന്നു, നോമ്പ് തുറക്കാൻ പോകേണ്ട എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കുക, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ UAE റൈറ്റ് നൗ കറക്റ്റായിട്ട് പോണത്. അല്ലാണ്ട് ന്യൂസ് ചാനൽ കാണിക്കുന്ന അത്ര തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഫ്രണ്ട് സ്റ്റേ ചെയ്യണം കേട്ടോ. നമ്മളിവിടെ എത്തിക്കണ്. ഞോനി എടുത്തിട്ട് നമ്മൾ നേരെ റൂമിൽ പോകും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽസ് അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതുവരെ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നമ്മൾക്ക് ഇതിൽ ഡ്രൈവ് ചെയ്യണതിന് ഒന്നിനും കുഴപ്പമില്ല. 1-2 ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാട്ടിലുള്ള ഫാമിലിനോടും ഉപ്പന്മാരോടും ഉമ്മമാരോടും അനിയന്മാരോടും ഏട്ടന്മാരോടൊക്കെ പറയാനുള്ളത്, ടെൻഷൻ ആവണ്ട. അതിന് മാത്രം മലയാളി ന്യൂസ് ചാനൽസിൽ കാണിക്കുന്ന അതിന് മാത്രം ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പം ഞാനിങ്ങനെ പുറത്തിറങ്ങരുത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരൻ ടെൻഷനായിട്ട്, ഓനും എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓനെടുത്തിട്ട് നമുക്കും ഒറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു ടെൻഷൻ ഉണ്ട്. ഞാനും ഫെബി അവിടെ ഒറ്റയ്ക്കുള്ളൂ. അപ്പം ഇവരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നാലൊക്കെ ഒരു ടെൻഷന്, കുറച്ച് സമാധാനം കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പോൾ ഓനും കൂടി എടുത്തിട്ട് നമ്മൾ എൻ്റെ റൂമിൽ പോകും. അപ്പോൾ നോമ്പൊക്കെ ഉണ്ട്, നോമ്പൊക്കെ ഇന്ന് അവിടുന്ന് സെറ്റാക്കണം എന്ന് വിചാരിക്കണം ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും നിങ്ങൾ വിളിച്ച് ചോദിക്കുക എന്താ അവസ്ഥ എന്ന്, സേഫ് അല്ലേ എന്ന് ചോദിക്കുക. അപ്പം ഇതുവരെ ഈ ഇത്രയും ഭയങ്കര ഭയാനക ഈ ന്യൂസ് ചാനൽ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഉള്ളവർക്ക് തന്നെ അത്ര ഇതായിട്ട് ഫീൽ ചെയ്യണില്ല. ഞാൻ ഇതിങ്ങനെ പറയണത് എന്തിനാന്ന് വെച്ചാൽ, നമുക്കറിയാലോ നമ്മളെ ബാക്കിയുള്ളവരൊക്കെ മൊത്തം ഇവിടെ ഉണ്ടാവും. നാട്ടിലുള്ള അവസ്ഥ, ആൾക്കാരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അപ്പം അത്ര തന്നെ ടെൻഷനിൽ ആരും എടുക്കണ്ട. എല്ലാവരും സേഫാണ്. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അൽഹംദുലില്ലാ ഇതുവരെ എല്ലാം ഓക്കെയാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്യും, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ റൂമിൽ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എൻ്റെ കാക്കാനെ വിളിച്ചിരുന്നു. അതേപോലെ പെങ്ങൾ ഇവിടെ ഉണ്ട്, അനിയനുണ്ട് ഇവിടെ. അവരെല്ലാവരും വിളിച്ചിരുന്നു. കാക്കാക്കൊക്കെ ഒന്ന് ഡ്യൂട്ടി ഉണ്ട്, ഓൺ ഡ്യൂട്ടി പോയിക്കണ്. നമുക്ക് എന്താ, നമ്മൾ ഡ്യൂട്ടിയിലുണ്ട്, നമുക്കൊരു പ്രശ്നമല്ല ഇവിടെ എന്നുള്ള രീതിയിലാണ് ഓൻ പറഞ്ഞത്. അനിയനെ വിളിച്ചപ്പോൾ ഓൻ തന്നെ, പെങ്ങളൊന്നും അറിഞ്ഞിട്ട് തന്നെ അല്ല സംഭവം. ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചെത്തി. നമ്മൾ പ്രശ്നമൊന്നുമില്ല, സേഫാണ് അൽഹംദുലില്ലാ. അപ്പോൾ
ഞാൻ എൻ്റെ കൂട്ടുകാരനെയും കൊണ്ട് വന്ന് ഇപ്പം ഉള്ളത് റൂമിലാണ് കേട്ടോ. ഞാൻ ഒന്നും എടുക്കാനില്ലല്ലോ ആജെ. ഇപ്പം ചൂട് തുടങ്ങിക്കണടാ കുതിരെ, ചൂട് തുടങ്ങി. അപ്പോൾ ഓനും എൻ്റെ വൈഫ് ഉള്ളത്. അപ്പോൾ വൈഫ് ഓൾറെഡി റൂമിൻ്റെ ഉള്ളിൽ കയറി. ഇപ്പോഴോ ഞാൻ ചാവി ഇടിയിട്ടില്ല. ആകാശത്ത് കൂടെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, അത് സത്യം തന്നെയാണ് കേട്ടോ. പിന്നെ പക്ഷേ നമുക്കൊന്നും കാണാൻ ഒന്നും പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളെന്തായാലും റൂമെത്തി, നമ്മളെ ഫ്രണ്ട്സിനെയും കൊണ്ട് നമ്മൾ റൂമെത്തി. ഓല് ഫാമിലി ആയിട്ട് ഓല അവിടെ ഒറ്റയ്ക്ക് ടെൻഷനായിട്ട് എന്നെ വിളിച്ചതായിരുന്നു. അപ്പം നമ്മളെന്തായാലും സേഫായിട്ട് റൂമെത്തിക്കും കേട്ടോ. ഇതെന്തൊക്കെ പറഞ്ഞാലും ഇതൊരു വല്ലാത്ത സംഭവം തന്നെ. യുദ്ധം ആരൊക്കെ തമ്മിലുണ്ടായാലും ബുദ്ധിമുട്ട് പാവപ്പെട്ട ജനങ്ങൾക്കാന്ന് പറയില്ലേ, അതന്നെ സംഭവം. വെറുതെ ഇല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളും. നമ്മൾ ഒറ്റക്കാണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമല്ല. ഇപ്പോൾ വൈഫും കൂടി ഉള്ളൊരു സമയമായതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. ഇന്നലെ ഒരു വൈകുന്നേരം വരെ ഒരു പ്രശ്നവും ഇല്ല, ഒരാൾക്കൊരു കുഴപ്പമില്ല, ഇങ്ങനെയൊന്നും ഒരു വിചാരമില്ല. നേരെ മറിച്ച് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും സീനേ ആകെ മാറി. ഇപ്പോഴത്തെ കണ്ടീഷനിലെത്തി. എല്ലാവരും വിളിച്ചു ചോദിക്കുക, എല്ലാവരും അന്വേഷിക്കുക, എന്താണ് അങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ. എല്ലാവർക്കും ടെൻഷനാണ്, നമുക്കറിയാമല്ലോ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. ഇവിടെ സേഫാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാം അൽഹംദുലില്ലാ ഉഷാറായിട്ട് പോണ്, കുഴപ്പമൊന്നുമില്ല ഇതുവരെ. ഓക്കെ. ഞാൻ നോക്കുമ്പോൾ ആകാശത്തിൽ എന്തൊക്കെയോ സൗണ്ട്, മിസൈൽ എന്തൊക്കെയോ പോകുന്ന സൗണ്ട് കേൾക്കുന്നു. അത് സത്യം തന്നെ. പക്ഷെ നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല. ഒരുപാട് അപ്പുറത്ത് കൂടെയാണ് സംഭവം പോകുന്നത്. കാരണം എന്തായാലും ഫ്ലൈറ്റ് ഇവിടെ ഇല്ല, ഫ്ലൈറ്റ് എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് ഫ്ലൈറ്റ് ആവില്ല. ഫ്ലൈറ്റ് പോകുന്ന പോലൊരു സൗണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. സേഫാണ് അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, പിന്നെ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ശരി, ബൈ.